അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ പറയാൻ പോകുന്ന വചനം ശ്രദ്ധിച്ചോണം. വളരെ പ്രധാനപ്പെട്ട, വളരെയധികം പ്രധാനപ്പെട്ട എൻ്റെ ജീവിത അനുഭവങ്ങളോട് വരാൻ പോകുന്ന വലിയ വചനം. അതായത് പാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും. പാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-17. കർത്താവ് മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും എന്ന് പറയുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. തിന്നുന്ന ദിവസം നീ മരിക്കും. അതായത് പാപത്തിൻ്റെ, അതായത് ദൈവം ഒരു കൽപ്പന, ആ ഏദൻ തോട്ടത്തിൽ ഒരു കൽപ്പന കൊടുത്തു, ഈ ഒരു വൃക്ഷം ഇതിൻ്റെ പഴം നീ പറിച്ച് കഴിക്കരുത്, പറിച്ച് കഴിക്കുന്ന നിമിഷം നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ എന്ന് അടുത്ത് കേട്ടോണം. അപ്പോൾ അവിടെ പറയണം, ദൈവകൽപ്പന, ദൈവം ഒരു കൽപ്പന കൊടുത്തു. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളിലും പഴം പറിച്ച് കഴിച്ചു കൊള്ളുക, എന്നാൽ ഒരു വൃക്ഷത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഫലം പറിച്ച് കഴിക്കരുത്, ഇത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അടുത്ത് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ പാപത്തെക്കുറിച്ച് പറയുന്നതാണ്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യജീവികളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതായ സർപ്പം, കൗശലക്കാരനായ സർപ്പം. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. അത് പലപ്പോഴും നമ്മുടെ അടുക്കൽ ഭയങ്കരമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ വരും. കൗശലക്കാരനായ സർപ്പം. എന്നിട്ട് പറയുക, അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീയെ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ശ്രമോട് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സർപ്പം, സ്ത്രീ പറയുകയാണ്, ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ കാണിച്ചു, അതിൻ്റെ മാത്രം കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് കഴിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത് കേട്ടോണം, കൗശലക്കാരനായ സർപ്പം. കൗശലക്കാരൻ പറയാണ് കൗശലക്കാരനായ, കുടിലതന്ത്രം നിറഞ്ഞവനായ, മനുഷ്യൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന, അസൂയ നിറഞ്ഞവനായ, അവൻ ദൈവത്തോട് ശത്രുതയുള്ളവനായ പിശാച് വളരെ തന്മയത്വത്തിൽ, വളരെ രസകരമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ അടുത്ത കാര്യം പറയാം. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ വൃക്ഷത്തിൻ്റെ പഴം പറിച്ച് കഴിച്ച് ഒന്നും പേടിക്കേണ്ട, മരിക്കില്ല. എൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? ദൈവകൽപ്പനകള്, ദൈവിക നിയമങ്ങള് ലംഘിച്ചാൽ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരപകടവും വരാൻ പോകുന്നില്ല, നീ മരിക്കില്ല. മാത്രമല്ല നീ ദൈവത്തെ പോലെയാകും. അപ്പോൾ ആര് കള്ളനായി? ദൈവം നുണയനായി. ആര് സത്യസന്ധനായി? പിശാച് സത്യമായി. അവൻ്റെ കുടിലതന്ത്രം പറയേണ്ടതുപോലെ കാര്യങ്ങൾ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറയേണ്ട രീതിയിൽ, ശൈലിയിൽ അവൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട. അപ്പോൾ ദൈവമാണെന്നാണ് പറഞ്ഞത്, അത് പറിച്ചു കഴിച്ചാൽ നീ മരിക്കില്ല, ദൈവത്തെ പോലെ ആവും. പിശാച് പറഞ്ഞു കൊടുക്കുക. പിശാച് എന്ന് അവനാണ് സത്യം എന്നുള്ള കാര്യം അവൻ കൊടുക്കുക. അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കാൻ ഭയങ്കരമായൊരു പരിശ്രമം നടത്തുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകളിലും ഇതേ പിശാച് ലോകം മുഴുവനുണ്ട്. ദൈവവചനം ലംഘിച്ചോടാ, അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു, അബോർഷൻ നടത്തിക്കോ, മന്ത്രവാദിയുടെ വീട്ടിൽ പൊക്കോ, ജ്യോതിഷത്തിന് പൊക്കോളുക, എല്ലായിടത്തും പൊക്കോളുക, ഇതൊന്നും നിന്നെ ബാധിക്കില്ല. മാത്രമല്ല നീ അല്പം കൂടെ വളരും, നീ ഉയരും, നിനക്ക് മെച്ചപ്പെട്ട ജീവിതമുണ്ടാകും, മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകും. നിന്റെ വീട്ടിൽ രോഗം മാറും, നിന്റെ മക്കളുടെ ജോലി തടസ്സം മാറും, ഒക്കെ മാറിക്കോളും, ജീവിത സന്തോഷം കിട്ടും. ആ കൽപ്പനകൾ മുഴുവൻ ലംഘിച്ചു എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടിലതന്ത്രജ്ഞനായ, അസൂയാലുവായ, കൗശലക്കാരനായ പിശാചിനെ ദൈവമക്കളെ തിരിച്ചറിയണം. അറിഞ്ഞില്ലെങ്കിൽ അവൻ നമ്മളെ നശിപ്പിച്ചു കളയും.
പാപം എന്നത് ദൈവബന്ധം മുറിച്ച് കളയും. പിശാചിനറിയാം ഈ തെറ്റ് ചെയ്യുമ്പോൾ അവൻ മാറിപ്പോക്കോളൂന്നറിയാം. അവൻ തന്നെ ദൈവക്കണം അടുക്കാൻ പറ്റത്തില്ല. അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ചേരില്ല, വിശുദ്ധിയും തമ്മിൽ ചേരുള്ളൂ. അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ചേരാതെ പോകും, തന്നെ വേർപെട്ട് പോക്കോളും. അവനറിയാം മരണമുണ്ടാകുന്ന, അവനറിയാം. അവൻ പറയാം ദൈവം പറഞ്ഞാണ് സത്യം എന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവന് ചെയ്യിപ്പിച്ചത്. ദൈവം പറഞ്ഞ സത്യം അത് പറിച്ചു കഴിച്ചാൽ മരിക്കും. അത് പിശാചിന് മനസ്സിലായി. ദൈവം സത്യമാണ്, അവൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നടക്കും. പക്ഷേ അത് സത്യമാണെന്ന് ഇവരോട് പറഞ്ഞാൽ ഇവരെ കൈ കിട്ടത്തില്ല. അപ്പോൾ ദൈവത്തോട് ശത്രുതയുള്ളവനായ പിശാച്, കുടിലതന്ത്രജ്ഞനായ പിശാച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളരെ ബുദ്ധിപൂർവ്വം അവനോട് സംസാരിച്ച് മനുഷ്യനെ കൊണ്ട് ദൈവകൽപ്പനകൾ ലംഘിപ്പിക്കുമ്പോൾ, പാപം ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലമായ പാപത്തിൻ്റെ വേദനമായ മരണം മനുഷ്യവർഗം മുഴുവനിലും മേലും വന്ന് ഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത പാപത്തെക്കുറിച്ച്, പാപം എന്നാൽ എന്തെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3:4, 5, 6, 7, 8 വചനങ്ങൾ പ്രത്യേകം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവളത് പറിച്ച് തിന്നുകൊണ്ട്. പാപത്തിൻ്റെ 3 ക്വാളിഫിക്കേഷൻ. ഒന്ന്, അത് ആസ്വാദ്യകരം, ആ പഴം ആസ്വാദ്യകരം. 2, കണ്ണിന് കൗതുകരം, കണ്ണിന് ഭയങ്കരമായ കുളിർമ നൽകുന്ന, ആനന്ദം നൽകുന്ന സംഭവമാണത്. 3, അറിവേകാൻ കഴിയുന്നതിന്, അറിവ് കൊടുക്കുന്നു. പ്രത്യേകമായ ലോകത്തിൻ്റെ അറിവുകൾ, ഭൗതികമായ അറിവുകൾ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ക്വാളിഫിക്കേഷൻ 3 ഒന്ന് ആസ്വാദികരം. അതാണ് പാപത്തിനാണ് രുചി കൂടുതൽ. ദൈവകൽപ്പന ലംഘിക്കുമ്പോഴാ രുചി കൂടുതൽ കാണാൻ പറ്റേ. പാപത്തിന് രുചി കൂടുതലാ. ചില പാപങ്ങളിലേക്ക് ദൈവജനം പോകുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ മേഖലയിൽ ആസ്വാദികത, ശരീരസുഖം, മാനസിക സുഖം, കുറെ സുഖങ്ങളുണ്ട്. അതുകൊണ്ട് അത് വളരെ പെടുന്ന ആസ്വാദികരം, ആസ്വാദികരമാണത്. അതുകൊണ്ട് മദ്യപാനത്തിൻ്റെ മേഖല, വിളച്ച പാപങ്ങളുടെ മേഖലയിൽ പണമൊക്കെ ഒരുപാട് പണം ഉണ്ടാകുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു പ്രത്യേകമായ മാനസിക സുഖമുണ്ട്. എല്ലാം ഭയങ്കരമായ ആനന്ദമാണ് ശരീരത്തിന് സുഖം നൽകുന്നതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യം. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 2, കണ്ണിന് കൗതുകരം, കാണാൻ നല്ല കാഴ്ച, ലുക്കുള്ളത്, കാണാൻ നല്ല ആസ്വാദികരമായത്, നല്ല രസകരമായ ബ്യൂട്ടിയുള്ളത്, കളറുകളുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ പിന്നാലെ പോവുക, കളറുകൾ നോക്കി പോവുക. അപ്പം അത് പാപത്തിൻ്റെ പ്രത്യേകത. അതിന് ബാഹ്യരൂപം വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ മനോഹാരിതയാണ്, വെറും മനോഹാരിത. അപ്പോൾ കണ്ണിന് സുഖം നൽകുന്ന കാഴ്ചകൾ. ഒരുപാട് മക്കളുണ്ട് കണ്ണിന് സുഖം നൽകുന്ന കാഴ്ചകളുടെ ജീവിതത്തിൽ പോകും. വസ്തുവാകട്ടെ, വ്യക്തികളാകട്ടെ, വീടുകളാകട്ടെ, കൊട്ടാരങ്ങൾ, ഇതെല്ലാം എന്താ മനുഷ്യൻ്റെ കണ്ണിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവന് കോടിക്കണക്കിന് രൂപയുടെ പ്രസ്ഥാനങ്ങളായിട്ട് കണ്ണിനെ തൃപ്തിപ്പെടുത്താൻ ആസ്വാദ്യം, എല്ലാം ആസ്വദിക്കുക. വലിയ ആഘോഷം, വിവാഹങ്ങളൊക്കെ വരുമ്പോൾ വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ കണ്ണിന് ഭയങ്കര സുഖം. ആളുകൾ നോക്കുമ്പോൾ വലിയ ഗമ തോന്നണം, വലിയ സംഭവം തോന്നണം, വലിയ സംഭവം. വസ്ത്രധാരണയിൽ എല്ലായിടത്തും ഈ ആസ്വാദികം. ഇത് പാപത്തിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ ഒരു പ്രത്യേകത, ആസ്വാദികരമായ സംഭവം. എക്സ്റ്റേണലായുള്ള ബ്യൂട്ടി, അതിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ പറ്റും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. 3, അറിവേകാൻ കഴിയുമെന്നതിനാൽ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ചില അറിവ് പാപം നൽകുന്ന അറിവുണ്ട്, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അറിവല്ലാതെ പൈശാചികമായ അറിവുണ്ട്, ആ തലമുണ്ട്. പാപം ചെയ്യുന്ന ചില ജീവിതങ്ങൾ ഭയങ്കര അറിവ്. ലോകത്തുള്ള ചില ഭീകരവാദികൾ അവർ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക, മനുഷ്യവംശത്തെ ലോകത്തെ നശിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം അത് പാപം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ്റെ അറിവ് കൂട്ടിക്കൊടുക്കുന്നത് കാണാൻ പറ്റും. ചില കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര മോശമായ ജീവൻ നയിക്കുന്ന, പക്ഷെ അവന് കോളേജിലും സ്കൂളിലൊക്കെ ഹൈ മാർക്ക്, ഏറ്റവും ഉയർന്ന മാർക്കാണ് അവനെ തോൽപ്പിക്കാൻ പറ്റിയാലോ. ഭയങ്കര ബുദ്ധിമാനാ. കാരണം പാപം അങ്ങനെ കൊടുക്കുന്നൊരു മേഖലയുണ്ട്. അവിടെ ചിലപ്പോൾ ചില അധ്യാപകരെയും പാപം ചെയ്തോ, ഇത് കഴിവ് കൂടും എന്ന് പറയും. ചില അറിവ് ഉണ്ട്, എല്ലാ അറിവും ദൈവത്തിൽ നിന്നല്ല.
എല്ലാ അറിവുകളും പരിശുദ്ധാത്മാവിലൂടെയല്ല. എല്ലാ അറിവുകളും സ്വർഗത്തിൽ നിന്ന് വരുന്ന അറിവുകളല്ലത്. അതിങ്ങനെയുള്ള മേഖലയോടും വരും. പാപം നൽകുന്ന അറിവുകളുണ്ട്. അപ്പനെ കൊല്ലാൻ, അമ്മയെ കൊല്ലാൻ, അമ്മയെ ചതിക്കാൻ, ഭാര്യയെ ചതിക്കാൻ, ഭർത്താവിനെ ചതിക്കാൻ, മാതാപിതാക്കളെ ചതിക്കാൻ, സഭയെ ചതിക്കാൻ, തിന്മ വിതയ്ക്കാൻ, ലോകത്തിൽ ഭിന്നത വിതയ്ക്കാൻ കൊടുക്കുന്ന അറിവുണ്ടല്ലോ, അവനിൽ പ്രവർത്തിക്കുന്ന അറിവുണ്ടല്ലോ. കുടുംബം കലഹിക്കാൻ, രണ്ടാക്കാനുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നശിപ്പിക്കാനുള്ള അവന് വേണ്ടിയുള്ള സംഭവം ഉണ്ടല്ലോ. തെറ്റായ കൂട്ടുകെട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി അറിവ് കൊടുക്കല്ലേ. ഈ അറിവൊന്നും അതൊക്കെ പൈശാചികമായ അറിവ്. പൈശാചികൾ അറിവുകൾ കൊടുക്കും. ചില മന്ത്രവാദികൾ, കൂടോത്രവാദികൾ പറയും, അവർ പറയും. ചില അറിവുകളുണ്ടല്ലോ, അവർ കാണും ചില ദർശനങ്ങൾ, ചില സ്വപ്നങ്ങൾ, ചില സംഭവങ്ങൾ. അതിൻ്റെ പിന്നൊക്കെ ഈ അറിവ് കടന്നൊരു ദുഷ്ടാരൂപികളുടെ അറിവ് കടന്നു. അപ്പോൾ നമ്മളൊക്കെ അത് ശരിയാണെന്ന് കഴിഞ്ഞിട്ട് അവിടെ, പക്ഷേ അതെല്ലാം ചതിക്കുഴികൾ. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം വലിയ അപകട കുഴികളാണെന്ന്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കിക്കളയുന്ന കുഴികളാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് ഈ പാപം എന്നത്. പക്ഷേ അത് കണ്ടുകൊണ്ട് അവളത് പറിച്ച് തിന്നു. ഭർത്താവിനും കൊടുത്തു, അവൾ ജീവിത പങ്കാളിക്കും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അവിടെ പറയുന്നത് ആ നിമിഷം ഇത് സംഭവിക്കുമ്പോൾ, പാപം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്കുണ്ടാകുന്ന ഫീലിംഗ് എന്നറിയോ? അവർ നഗ്നരാണെന്നുള്ള ചിന്ത, അവർ കുറവുകളുണ്ടെന്നുള്ളതാണ്. പാപം ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാകുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊടുക്കും. ദൈവപ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ധൈര്യം പോകും. നഗ്നത കണ്ടു അവൻ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അവൻ ധൈര്യം പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ നാണക്കേട് ഒരു ജീവിതത്തിൽ അപ്പോൾ പ്രശ്നമായിരുന്നു. അവിടെ ഒരു വസ്ത്രം അവൻ വസ്ത്രം ഉണ്ടാക്കിയിട്ട് അവൻ നഗ്നത മറയ്ക്കുക. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ താൻ കുറവുള്ളവനാ. ദൈവമകൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനാണിവൻ, മകളാണവള്. പക്ഷേ അവൾക്കിപ്പോൾ തോന്നുന്നത്, ഞാൻ ചെറുതാണ്, എനിക്ക് ആരുമില്ലാത്തവനാണ്, ആരുമില്ലാത്തവളാണ്, കഴിവില്ല, എനിക്ക് അഡ്രസ്സില്ല, എനിക്ക് പേരില്ല, എനിക്ക് അഡ്രസ്സൊന്നുമില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് അഡ്രസ്സൊന്നുമില്ല. അപ്പോഴാണ് അത്തിയിലകൾ കൂട്ടിത്തിന്നിക്കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി അവൻ ഉടുക്കുന്ന സംഭവം പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണും, ലോകം മുഴുവനും കാണും. അത്തിയിലകൾ കൂട്ടിത്തിന്നിയുള്ള വസ്ത്രധാരണയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യൻ പലതരത്തിൽ അവൻ്റെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി നോക്കുകയാണ്. അവൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി വസ്തു വേണം, ജോലി വേണം, സ്ഥാനമാനം വേണം, ആഭരണങ്ങൾ വേണം, പലതും മേടിച്ചു കൂട്ടുക, വലിയ വിദ്യാഭ്യാസം മേടിച്ചു കൂട്ടുക, എല്ലായിടത്തും കാണാൻ പറ്റും. ഇതെല്ലാം അവൻ്റെ നാണക്കേട് മാറ്റാൻ വേണ്ടിയുള്ള അവൻ്റെ പരിശ്രമം. പാപത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ മനസ്സിനുണ്ടായിരിക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, അപകർഷത ബോധമുണ്ട്. അവനെനിക്ക് കഴിവില്ലാത്തവന്, കൊള്ളരുതാത്തവന്, ഇല്ലാത്തവന് ഞാൻ. പക്ഷേ ഓരോ മകനും മകളും ദൈവമകനാ, ദൈവമകളാ, ദൈവത്തോളം വിലയുള്ളവനാ, ദൈവത്തോളം സ്വർണ്ണമാണവൻ, വലിയ ആ സംഭവമാണവൻ, അവൻ വിലയുള്ളവനാ. പക്ഷെ അവൻ്റെ മനസ്സ് വിചാരം, ഞാൻ ഒന്നുമില്ലാത്തവന്, ഞാൻ ആരുമില്ലാത്തവന്, എനിക്ക് കഴിവില്ലാത്തവന്, എനിക്കൊരു വിലയൊന്നുമില്ല. മൃഗത്തെ പോലെയാണ് അവനെ കാണുന്നത്. അവൻ മൃഗത്തെ പോലെ, അവൻ ചുറ്റുമുള്ള മൃഗങ്ങൾ നോക്കിയിട്ട് അവൻ കാണുന്നത് ഞാൻ അതുപോലെയാണ്. അവൻ അങ്ങ് താഴോട്ട് അവൻ താഴോട്ട് പോരുകയാണ്. അവൻ വലിയ വീട്ടിൽ പറഞ്ഞവനാ, അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് പറഞ്ഞു. പക്ഷേ ആ ബോധം പോയിട്ട് അവൻ്റെ മനസ്സ് ഞാൻ തീർന്നവനാ, ഞാൻ ലജ്ജിക്കുകയാ, അവൻ ലജ്ജ വരികയാണ്. ആണ് പാപം നൽകുന്ന മറ്റൊന്നാണ് ലജ്ജയുണ്ടാകും. സ്വയം എനിക്ക് എൻ്റെ വില അറിഞ്ഞുകൂടാ, ഞാൻ ദൈവമകനാണ് എന്നുള്ള വില അറിഞ്ഞുകൂടാ, ഞാൻ ദൈവത്തിന് സ്വന്തമാണെന്നുള്ള വില അറിഞ്ഞുകൂടാ, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ അറിവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ അറിവ് നഷ്ടപ്പെട്ടിട്ട് എൻ്റെ വിചാരം, നമ്മുടെ വിചാരം കുറവുള്ളവനാ എനിക്ക്. അതുകൊണ്ട് എല്ലാവരും ഓരോ തരം വസ്ത്രങ്ങൾ, ലോകത്തെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, ലോകസുഖങ്ങൾ, ലോകത്തിൻ്റെ വസ്തുക്കൾ ഒക്കെ സംഭരിച്ച് കൂട്ടിവെച്ചുകൊണ്ട് അവന് വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ. പക്ഷേ അതൊന്നും അവന് വില കൊടുക്കില്ല. അവന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, ഞാൻ ദൈവമകന് കാലത്തൊടുത്തി പറഞ്ഞ് ഈശോയെ നമുക്കറിയാം, അതേ വില എനിക്കുമുണ്ട്. ദൈവമകനാണ് ഞാൻ. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവസ്വരൂപ വിലയുണ്ട്, അതേ വില എനിക്കുമുള്ളതാ. കാരണം ഞാനും ദൈവമകനാ, ഞാനും ദൈവമകളാണ്. പക്ഷേ പാപം വരുമ്പോൾ അവൻ ചിന്താഗതിയോ, എനിക്കൊരു വിലയില്ലാത്തവനാ, കഴിവില്ലാത്തവനാ, അഡ്രസ്സില്ലാത്തവനാ, ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാൻ ചെറിയ വ്യക്തിയാണ്. ഞാൻ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, എന്നാട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് മക്കൾ ലോകം മുഴുവനും കയറി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് നിങ്ങൾ ഓരോരുത്തരും മറക്കണം, 1 യോഹന്നാൻ 3:1 പറയുന്ന പോലെ ഞാൻ പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. കൈകളടിച്ച് ദൈവത്തെ മർദ്ദപ്പെടുത്തുകയും പശാശിബന്ധം മൊത്തം പോരാ.
വചനം പറയും, 1 യോഹന്നാൻ 3:1 പറയുക, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. സത്യത്തിൽ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ അധപ്പതനം അതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പറയുന്നത് മനുഷ്യൻ്റെ അധപ്പതനം വരിക. അത് ശരിക്കും അത് മാനസികമായ അധപ്പതനമാണ്. പാപത്തിൻ്റെ വേദന, പിശാചിൻ്റെ തന്ത്രപൂർണമായ നീക്കങ്ങളിലൂടെ മനുഷ്യവംശത്തിന് മുഴുവനായിട്ട് വലിയൊരു തിരിച്ചടിയാണത്. അവൻ്റെ ഉള്ളിലുള്ള സമാധാനം, കൃപ അവനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവന് ദൈവമകനാണ്, അവൻ ദൈവസ്ഥാനമുണ്ട്, പുത്രസ്ഥാനമുണ്ട്, പുത്രിസ്ഥാനമുണ്ട്. ആ ഒരു ബോധം നഷ്ടം പാപം വന്നോടെ താഴോട്ട് അതാണ് പൈശാചിക ശക്തികളുടെ ആ രീതിയിലോട്ട് നമ്മൾ മാറിപ്പോയി, നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോയി, നമുക്ക് വിലയില്ലെന്ന് വെച്ചത്. പക്ഷേ പഠനം മുഴുവൻ കാണും ദൈവം വിളിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നത് കാണും. ദൈവമകനെ, ദൈവമകളെ എന്ന് വിളിക്കുന്നുണ്ട്. ഇസ്രായേലിനൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയൊക്കെ കടന്നു വരുമ്പോഴും അവൻ്റെ വിചാരം അവൻ നികൃഷ്ടനായ ജീവിയാണ്, അവൻ നികൃഷ്ടമായ ജീവിതമാണ്, ജന്മമാണ്, എനിക്കൊരിക്കലൊരു നിൽക്കാൻ പറ്റില്ല, ഞാൻ നഗ്നനാണെന്നുള്ള ചിന്തയാണ് അവൻ്റെ മനസ്സ് മുഴുവൻ കയറിപ്പിടിച്ചത്. അത് ആദ്യ പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യവംശത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന സംഭവമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെന്ന് പലതും കാണിച്ചു കൂട്ടുന്നത്, പല ചപ്പടുവിദ്യകളും കാണിച്ചു കൂട്ടുന്നത്. അവൻ്റെ പേര് നിലനിർത്താൻ, അവന് വീണ്ടും ഉയർന്നിൽക്കാൻ വേണ്ടിയുള്ള വഴികൾ കണ്ടുപിടിക്കാൻ നോക്കിയ. പക്ഷേ അങ്ങനെയൊന്നും പോയാലൊന്നും കിട്ടത്തില്ല. അതല്ലേ, എന്തേലും പണം ഉണ്ടാക്കിയാലും വഴിവിട്ട മാർഗങ്ങളിൽ പോയാലും എന്തെല്ലാം നേടിയാലും അവൻ്റെ മനസ്സിനൊരു ശൂന്യതയുണ്ട്. അപ്പോൾ അവൻ്റെ വിചാരം അവനൊന്നും പോരാ, തികയുന്നില്ല. പലപ്പോഴും പറയുന്നുണ്ട് എന്തേലും സമ്പത്തുണ്ടാക്കിയാണ് ഇന്ന് തികയുന്നില്ല. എന്തുകൊണ്ട് അവന് ഇതുവരെ തികയാത്തത്? ഇത്രയേറെ പണമുണ്ടല്ലോ, കോടിക്കണക്കിന് പണമുണ്ടല്ലോ, എന്നിട്ട് തികയാത്തതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തികയില്ല. കാരണം അവൻ്റെ ആ ഒരു ശൂന്യത മാറ്റാൻ ലോകത്തിലെ വസ്തുക്കൾക്കോ അവൻ എന്തേലും നേട്ടങ്ങൾ നേടിയാലോ എന്തേലും അഡ്രസ്സ് നേടിയാലോ ഒരിക്കലും അവൻ്റെ ശൂന്യത ഇല്ലാതാക്കാൻ പറ്റില്ല. അവൻ്റെ ശൂന്യത ഇല്ലാതാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, അവൻ ദൈവമകനാണെന്ന് അവൻ തിരിച്ചറിയണം. ആ ദൈവമകനാണെന്ന് അവൻ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്ന അനുഭവം ഉണ്ടാവണം. ഉള്ളിലിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു കൊടുക്കും. മനസ്സിലിരുന്നുകൊണ്ട് മോനെ നീ ദൈവമകനാണ്, ദൈവമകളാണെന്ന് ബോധ്യം കൊടുക്കും. ആ അനുഭവം ഉണ്ടാകാതെ ഒരിക്കലും അവൻ്റെ അടിമത്തത്തിൽ നിന്ന്, അവൻ്റെ തെറ്റായ ബോധ്യത്തിൽ നിന്ന്, അവന് ആന്തരിക മുറിവിൽ നിന്ന് അവന് പുറത്ത് കടക്കുവാനായിട്ട് അവനൊരിക്കലും സാധ്യമല്ല. ചില ആളുകൾ മുഴുവൻ നെഗറ്റീവ്, വിശ്വാസമില്ല. അവർ എന്തൊരു വിശ്വാസം പറയുമ്പോഴേക്ക് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമില്ല, എനിക്കത് വിശ്വസിക്കുന്നില്ല. അപ്പം മുഴുവൻ നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവായി ദൈവത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് നെഗറ്റീവായി. അവൻ നേരെ ഒളിക്കുക. ദൈവമെന്നുള്ള സ്നേഹം തന്നെയായ ദൈവം, അവന് നന്മ മാത്രം കാണുന്ന ദൈവം, അവനെ തൻ്റെ കൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ അവൻ തെറ്റിദ്ധരിക്കുന്ന അനുഭവത്തിലേക്ക് പോവുകയാണ്. നല്ലവനായ ദൈവത്തെ അവൻ തെറ്റിദ്ധരിച്ചിട്ട് അവൻ ഓടിപ്പോയിട്ട് അവൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുക. ഒരു തണൽ മരത്തിൻ്റെ കീഴിലിരിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ തണലിൻ്റെ ചുവട്ടിൽ നിൽക്കാത്തവരല്ല ഈ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തണലിൻ്റെ ചുവട്ടിൽ പോയിരിക്കും. ഏതെങ്കിലും മരം തേടിപ്പോകും, ഏതെങ്കിലും ആശ്രയത്വം. അത് മനുഷ്യനെ ആശ്രയിക്കും, സുഖത്തെ ആശ്രയിക്കും, ചിലപ്പോൾ കാണാൻ പറ്റും പുകവലിയെ ആശ്രയിക്കും, ചിലപ്പോൾ വേശ്യകളെ ആശ്രയിക്കും, ചിലപ്പം വ്യഭിചാരികളെ ആശ്രയിക്കും. അത് ആ ഒരു മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുന്ന ജീവിതങ്ങൾ കാണാൻ പറ്റും. മദ്യത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങും, ചിലപ്പോൾ മന്ത്രവാദികളെ ആശ്രയിക്കും. എവിടെയെല്ലാം ഉണ്ടോ ഈ ആശ്രയിക്കാൻ പോകുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമുള്ളൂ, അവൻ്റെ മനസ്സ് നെഗറ്റീവായിപ്പോയി. അവൻ്റെ വിചാരം ദൈവം അവനോട് കരുണ കാണിക്കില്ല, ദൈവം അവനെ വീണ്ടെടുക്കില്ല, ദൈവം എൻ്റെ സ്നേഹമല്ല, ദൈവം അവനോട് പിണങ്ങിരിക്കുക, ദൈവത്തിൽ നിന്ന് കിട്ടില്ല, എനിക്ക് ദൈവത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ നെഗറ്റീവ് തോട്ട് അവൻ്റെ ഉള്ളിൽ പൈശാച് കൊടുത്തിരിക്കുക. നീ ശരിയാകില്ല, ദൈവം നിന്നെ സ്വീകരിക്കില്ല, ദൈവം നിന്നെ അംഗീകരിക്കില്ല. ഈ ഒരു തെറ്റായ ബോധ്യം അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പിശാച് കൊടുത്തിരിക്കുക. അപ്പോൾ അവൻ്റെ വിചാരം ഇനി രക്ഷപ്പെടാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, പള്ളി പോയിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വിശുദ്ധരുടെ തിരുനാളുകൾ ആചരിച്ചിട്ട് കാര്യമില്ല, നോയമ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ പോയിട്ട് കാര്യമൊന്നും. അവൻ നെഗറ്റീവായിട്ട് അവൻ പോകുന്നത് ലോകത്തിലോട്ട് പോവുക. എവിടെയെങ്കിലും ഒരു വൃക്ഷം തേടി നടക്കുക, ഒരു തണൽമരം, ചിലപ്പോൾ ജോലി സ്ഥലമായിരിക്കാം. ആ ജോലി സ്ഥലത്ത് പോയിട്ട് രാത്രിയും പകലും കിടന്ന് പണിയാണവൻ. എന്നിട്ട് അവൻ്റെ മനസ്സിൻ്റെ പ്രശ്നമോ സമാധാനം കിട്ടുന്നില്ല. കാരണം മനസ്സിൻ്റെ ദുഃഖം, വിഷമം അത് മാറണമെങ്കിൽ അവൻ ദൈവത്തിലോട്ട് തിരിച്ചു വരണം, ദൈവത്തെ അറിയണം അവന്.
വിഷമങ്ങളും ദുഃഖങ്ങളും ഈശോ കൊടുത്ത്, എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാം കൊടുത്ത് ഹൃദയം തകർന്നവർക്ക് കർത്താസമയത്തിനും വിശ്വസിച്ചാൽ ഈ ദൈവമഹത്വം ദർശിക്കും. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് കൊടുക്കണം. കർത്താവേ, ഈ കൂട്ടായ്മയിൽ ഓരോ മകൻ്റെയും ഓരോ മകളുടെ ഓരോ ജീവിതത്തിൽ നിന്റെ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ കർത്താവെ. ഓരോ മകനെയും തുറന്ന് ഓരോ മകളുടെ കണ്ണി വെക്കണം. തകർന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ, ആരോരുമില്ലാത്ത മക്കൾ വന്നിട്ടുണ്ട് ദൈവമേ. മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്, ജീവിത പങ്കാളിയോർത്ത് വേദനിക്കുന്നവരുണ്ട്, പാപത്തിൻ്റെ ചെളിക്കൊണ്ട് കരകയറാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ വന്നിട്ടുണ്ട് കർത്താവെ. ഒരുപാട് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. മദ്യപാനത്തിൻ്റെ, പുകവലിയുടെയും, മയക്കുമരുന്ന് ലഹരികളുടെയും, അന്ധകാരത്തിൻ്റെയും, തെറ്റായ ബന്ധങ്ങളുടെയും, പ്രേമബന്ധങ്ങളുടെയും, തെറ്റായ തീരുമാനങ്ങളുടെയും ഒക്കെ അടിമത്തം മോചിപ്പിക്കണം കർത്താവെ. പരിശുദ്ധ ജീവനോട് എഴുന്നള്ളിക്കുന്ന കർത്താവെ, അങ്ങ് ഏറ്റെടുത്ത് ഇപ്പം തന്നെ മക്കളെ തുടങ്ങണം കർത്താവെ. ഓരോ മകനെയും മകളെ തുടങ്ങണം കർത്താവെ. ഓരോ മകൻ്റെയും മകളുടെ ചോദ്യം അത്ഭുതങ്ങളുമായിട്ട്, അത്ഭുതമായ അടയാളമായി, സൗഖ്യമായി, വിടുതലായി, അഭിഷേകമായി ഇറങ്ങി വരണമേ. രണ്ട് കരം എടുത്തിട്ട് ഒറ്റ വിളി ഈശോയേ.